നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ KCTയുടെ എൻട്രൻസ് എക്സാംസ് 2 ദിവസത്തെ എൻട്രൻസ് എക്സാംസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഏതാനും ചില അപ്ഡേറ്റ്സ് ഇനി എന്ത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ 16-17 തീയതികളിലായിരുന്നു എൻട്രൻസ് എക്സാം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ പല കുട്ടികൾക്കും ഫിസിക്സ് എളുപ്പമായിരുന്നു, ചിലർക്ക് കെമിസ്ട്രി എളുപ്പമായിരുന്നു. പക്ഷേ എല്ലാ കുട്ടികൾക്കും ബയോളജി എക്സാംസ് വളരെ എളുപ്പമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന 3 സബ്ജക്റ്റുകളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് റാങ്ക് ലിസ്റ്റുകൾ തീരുമാനിക്കുക. ഇപ്പോൾ +2 മാർക്കിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം അതും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം 50% മാർക്കോടെ +2 കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമായിരിക്കും BSc നഴ്സിംഗ് എലിജിബിലിറ്റി ഉണ്ടാവുക. പക്ഷേങ്കിൽ +2 മാർക്ക് ഇവിടെ റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുവാനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ KCT എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും കർണാടകയിൽ ബാംഗ്ലൂരിൽ വന്നിരുന്നു. അപ്പോൾ പല സെൻറ്ററിലും ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കുട്ടികളെയും ഏജന്റുമാരെല്ലാം തന്നെ അപ്രോച്ച് ചെയ്യുകയും ഡൊണേഷൻസ് നൽകി പെട്ടെന്ന് തന്നെ അഡ്മിഷൻസ് നേടിത്തരാം എന്ന് പറയുകയും പല കുട്ടികളും എക്സാം പോലും അറ്റൻഡ് ചെയ്യാതെ നേരെ പോയി അഡ്മിഷൻ എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ KCT എൻട്രൻസ് എക്സാം എഴുതുന്നത് എപ്പോഴും നിങ്ങൾക്ക് സേഫ് സൈഡ് ആണെന്നുള്ളതാണ് നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ മെഡിക്കൽ കോളേജുകളാണ് നോക്കുന്നതെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം KCT എൻട്രൻസ് വഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു മികച്ച മെഡിക്കൽ കോളേജുകൾ അതും ചെറിയ ഫീസിൽ തന്നെ നിങ്ങൾ കിട്ടുന്ന ഒരു കാര്യമാണെന്നും കൂടെ മനസ്സിലാക്കുക. ഇനി അടുത്ത ഘട്ടം എന്നുള്ളത് അലോട്ട്മെന്റ് പ്രോസസ്സുകളാണ്. അതിന് മുന്നോടിയായിട്ട് ഏകദേശം 5-6 സ്റ്റെപ്പുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും ഈ അലോട്ട്മെന്റ് പ്രോസസ്സ് എന്നുള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എൻട്രൻസ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ റാങ്ക് ലിസ്റ്റുകൾ വരും. അതോടൊപ്പം തന്നെ നമ്മൾ മാർക്ക് ലിസ്റ്റുകൾ +2 മാർക്ക് ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ വെരിഫിക്കേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു വെരിഫിക്കേഷൻ സ്ലിപ്പിനകത്താണ് പുതുതായിട്ട് കിട്ടുന്നത്, ഇപ്പോൾ നൽകിയിരിക്കുന്ന CET നമ്പർ ആയിരിക്കില്ല, പുതുതായിട്ട് കിട്ടിയിരുന്ന CET നമ്പർ, അതുപോലെ തന്നെ സീക്രട്ട് കീ, പാസ്വേഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. അത് വെച്ചിട്ടാണ് കോളേജുകൾ നിങ്ങൾ ഓപ്ഷൻസ് നൽകേണ്ടതായിട്ട് വരിക. ആ ഓപ്ഷൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് അലോട്ട്മെന്റുകളിൽ ഏതൊക്കെ കോളേജുകളാണ് ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഞാൻ പല കുട്ടികളുടെയും പേരൻസിനോടും ഡിസ്കസ് ചെയ്തതിന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, മിക്കവാറും വരുന്ന കുട്ടികളൊക്കെ തന്നെ നല്ല രീതിയിൽ നല്ലൊരു എമൗണ്ട് 50,000 മുതൽ 1 ലക്ഷം വരെയൊക്കെ ആണെങ്കിലും എമൗണ്ടുകൾ ഏജന്റുമാരുടെ കൊടുത്ത് ഇന്ന മെഡിക്കൽ കോളേജുകൾ മേടിച്ചു തരാം എന്നുള്ള വ്യാജേന അവർ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനപ്പെടുത്തി മാത്രമായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെന്റുകൾ ലഭിക്കുക. അത് മാത്രമല്ല, നിങ്ങളിവിടെ കൊടുക്കുന്ന 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഡൊണേഷൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻസ് കിട്ടുമെന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മിക്കവാറും വരുന്ന മെഡിക്കൽ കോളേജുകളൊക്കെ തന്നെ ടോട്ടലായിട്ട് 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾക്ക് ടോട്ടൽ ഫീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉയർന്ന ഡൊണേഷൻ നൽകി നിങ്ങൾക്ക് അഡ്മിഷൻ മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ പല ഏജന്റുമാരും സമീപിക്കുമ്പോൾ നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ഡൊണേഷൻ കൊടുത്ത് വെറുതെ നിങ്ങളെ അഡ്മിഷൻസ് കിട്ടുമെന്നുള്ള മോഹത്തിൽ ഇരിക്കരുത്. കാരണം കഴിഞ്ഞ വർഷങ്ങളൊക്കെ നിരവധി കുട്ടികൾ ഈ പറയുന്ന രീതിയിൽ ഡൊണേഷൻസ് കൊടുത്ത് ഇന്ന കോളേജിൽ അഡ്മിഷൻസ് നേടിത്തരാമെന്ന് പറഞ്ഞ് അവിടെ നോക്കി നിൽക്കുകയും അവർക്ക് KCT റാങ്കുകൾ താരതമ്യേന റാങ്കുകൾ വരാത്ത സാഹചര്യത്തിൽ അവരുടെ സീറ്റുകൾ നഷ്ടപ്പെട്ടു പോവുകയും ഓൾറെഡി നിങ്ങളുടെ ഈ ഒരു നല്ലൊരു എമൗണ്ട് ഈ പറയുന്ന ഏജന്റുമാരുടെ ലോക്കായി കിടക്കുന്നത് കൊണ്ട് തന്നെ അവർ പറയുന്ന ഏതെങ്കിലും കോളേജുകളിൽ പോയി ലാസ്റ്റ് മിനിറ്റിൽ അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രമായിരിക്കും ഇതിൻ്റെ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ നടക്കുക. നമുക്കറിയാം ആ ഒരു സമയത്ത് തന്നെ ഫീസിലെല്ലാം നല്ല രീതിയിൽ വർധന ഉണ്ടാവായിരിക്കും. അതുപോലെ തന്നെ കേരളത്തിലും അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രോസസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരു 90% മേളിലോട്ടും +2 മാർക്കുള്ള കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ കേരളത്തിലെ അലോട്ട്മെന്റുകളൊന്നും കൂടെ നടന്നു പോകുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്ലാൻ B ആയിട്ട് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് കർണാടക അലോട്ട്മെന്റും കൂടെ നോക്കി കാണാവുന്നതാണ്. കേരളത്തിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിൽ നോക്കുകയും ഇല്ലാത്ത പക്ഷം മാത്രം സെക്കൻഡ് പ്ലാൻ B ആയിട്ട് കർണാടകയിലെ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻസ് എടുക്കുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ ചെറിയൊരു ഫീസ് പാക്കേജ് ആണ് നോക്കുന്നതെങ്കിൽ നല്ലൊരു കോളേജ് നോക്കി പ്രീ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഓപ്ഷൻ ആയിട്ടുണ്ടാവുക. നമുക്കറിയാവുന്നതുപോലെ KCTയുടെ ഫീസ് സ്ട്രക്ചർ അനുസരിച്ച് ഏകദേശം 1,40,000 രൂപ ട്യൂഷൻ ഫീസും ബാക്കി ഫുഡും അക്കോമഡേഷനും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ എങ്ങനെയായാലും ഒരു 9.5-10 ലക്ഷം രൂപ ആ ഒരു ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ അലോട്ട്മെന്റുകൾക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു സമയത്ത്, അതായത് ഓഗസ്റ്റ് മാസത്തിലേക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പീക്ക് ടൈം ആയിരിക്കും അഡ്മിഷൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. കാരണം +2ൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഈ പറയുന്നത് കേരളത്തിലെ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ, അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ തുടങ്ങുന്ന ആ ഒരു സാഹചര്യമായിരിക്കാം. നല്ല രീതിയിൽ റഷ് ഉണ്ടാവുകയും പല കോളേജുകളും ക്രമാതീതമായിട്ട് തന്നെ നല്ല രീതിയിൽ ഫീസ് ഉയരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു പാക്കേജാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അഡ്മിഷൻസ് എടുക്കുക. പല കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ്, പല കോളേജുകളിലും ഇപ്പോൾ എക്സാം എഴുതാൻ വന്ന സ്ഥിതിക്ക്
നേരിട്ട് പോയി കണ്ടു കഴിഞ്ഞപ്പോഴാണ് കോളേജുകളുടെ ആകെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പല മാർക്കറ്റിംഗ് വീഡിയോകളും, ചിലരൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ക്യാമ്പസും വീഡിയോയൊക്കെ എടുത്തിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അവർ നേരിട്ട് ചെന്ന് നഴ്സിംഗ് കോളേജ് നോക്കിക്കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു സിംഗിൾ ബിൽഡിങ്ങിൽ 3-4 കോളേജുകൾ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ചെറിയ ഉടായ്പ സെറ്റപ്പുകളൊക്കെ ആയിട്ടാണ് പലരും കണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് കോളേജുകളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അഡ്മിഷൻസ് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് വീണ്ടും വീണ്ടും സൂചിപ്പിക്കാനുള്ളത്. പലപ്പോഴും ഏജന്റുമാർ അവരുടെ ബെനിഫിറ്റ് എന്ന രീതിയിൽ മാത്രമായിരിക്കും ഏതെങ്കിലും കോളേജുകൾ കൊണ്ടുപോയിട്ട് നിങ്ങളെ പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് കോളേജുകളെക്കുറിച്ച് മനസ്സിലാക്കുക. ചെറിയ പാക്കേജിൽ നിങ്ങൾ ബിലോ ഒരു 9 lakhs അല്ല ബിലോ 10 lakhs ഉള്ള പാക്കേജിൽ നല്ല മികച്ച കോളേജുകൾ വീണ്ടും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ കോളേജുകൾ നിങ്ങൾ നേരിട്ട് തന്നെ കണ്ട് ബോധ്യപ്പെട്ട് അഡ്മിഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഇനി വരേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോളേജ് വിസിറ്റ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നമ്മൾ കോർഡിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ വ്യക്തമായിട്ട് കോളേജുകൾ കണ്ട് മനസ്സിലാക്കി അഡ്മിഷൻസ് എടുക്കുക. കാരണം 4 വർഷം നിങ്ങൾ കോഴ്സുകൾ പഠിച്ച് പൂർത്തിയാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും കോളേജ് വിസിറ്റിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഫീസിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ പ്രവർത്തിക്കുക. കാരണം നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജുകളിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ നല്ല രീതിയിൽ ഫീ ഡിസ്കൗണ്ടിൽ നിങ്ങൾ അഡ്മിഷൻസ് നേടുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളെ മാക്സിമം നിങ്ങളുടെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ മെയിനായിട്ട് മെഡിക്കൽ കോളേജുകളാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അലോട്ട്മെൻറ്റ് ഗൈഡൻസ് നമ്മൾ നൽകുന്നതാണ്. അപ്പം ചെറിയൊരു ഫീസ് ചാർജ് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെറിയ പാക്കേജിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻസ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി പറയട്ടെ. അല്ലാതെ 50,000 1 ലക്ഷം ഒക്കെ കൊടുത്ത് നിങ്ങൾ വല്ലവരുടെയും പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി നിൽക്കാതെ നിങ്ങൾ വ്യക്തമായിട്ട് സിറ്റുവേഷൻസ് മനസ്സിലാക്കുക. മിക്കവാറും വരുന്ന മെഡിക്കൽ കോളേജുകൾ സീറ്റ് കൂടിയിട്ടുമുണ്ട്, അതുപോലെ തന്നെ ഫീസിൽ കുറവ് വന്നിട്ടുമുണ്ട്. അത് പല കുട്ടികളുടെ അടുത്തുനിന്നും ഏജന്റുമാരൊക്കെ പറഞ്ഞ ഫീസ് കേട്ടിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 15 ലക്ഷം 14-15 ലക്ഷം രൂപയൊക്കെ മെഡിക്കൽ കോളേജുകൾ ചാർജ് ചെയ്ത് അഡ്മിഷൻസ് മേടിച്ചു തരാമെന്നൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 10 ലക്ഷം മുതൽ 11 ലക്ഷം രൂപ വരെയൊക്കെ മിക്കവാറും വരുന്ന ഒട്ടുമിക്ക മെഡിക്കൽ കോളേജുകളും അത് വൈദേഹി പോലെയുള്ള ടോപ്പ് മെഡിക്കൽ കോളേജുകളിലൊക്കെ ചാർജ് ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ സിറ്റുവേഷൻസ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആൻസർ കീ താമസിയാതെ നമുക്ക് റിലീസ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ കറക്റ്റായിട്ടാണോ നിങ്ങൾ ആൻസർ ചെയ്തിരിക്കുന്നത്, ഏകദേശം എത്രത്തോളം മാർക്ക് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ആൻസർ കീ വന്നു കഴിയുമ്പോൾ അതുമായിട്ട് താരതമ്യം ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ KCETയുടെ എല്ലാ അപ്ഡേറ്റുകളും നമുക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതുമായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ ചെറിയ ബഡ്ജറ്റാണ് 10 lakhs ബിലോ ഉള്ള ബഡ്ജറ്റാണ് നോക്കുന്നതെങ്കിൽ കോളേജുകളെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി കണ്ട് ബോധ്യപ്പെട്ട് അഡ്മിഷൻ എടുക്കുവാൻ, ചെറിയ ഫീസിൽ അഡ്മിഷൻ എടുക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള കോളേജ് വിസിറ്റ് ഫോം ഞാൻ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും അതിന് ഗൈഡൻസ് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, മെഡിക്കൽ കോളേജുകളാണ് നോക്കുന്നതെങ്കിൽ ഒരു 10 ലക്ഷം 11 ലക്ഷം ബഡ്ജറ്റിലാണ് നിങ്ങൾ മെഡിക്കൽ കോളേജ് ഭക്ഷണ താമസം ഉൾപ്പെടെയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും KCET അലോട്ട്മെൻറ്റ് വഴി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്. അതിനുള്ള ഗൈഡൻസ് ഹെൽപ്പും നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.